എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഒന്നാമത്തെ ചോദ്യം: ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് യേശുവിനെ പരീക്ഷിച്ചു ചോദിച്ചതാര്? ഉത്തരം: പരീശന്മാർ. 19-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 2: ഉപേക്ഷണപത്രം കൊടുത്തിട്ട് ഭാര്യയെ ഉപേക്ഷിപ്പാൻ കൽപ്പിച്ചതാര്? ഉത്തരം: മോശ. 19-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 3: ഏത് കാരണം നിമിത്തമാണ് ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്? ഉത്തരം: ജനത്തിന്റെ ഹൃദയകാഠിന്യം നിമിത്തം. 19-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 4: ഏത് കാരണം നിമിത്തം ഭാര്യയെ ഉപേക്ഷിക്കാം? ഉത്തരം: പരസംഗം നിമിത്തം. 19-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 5: പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കുന്നവനും ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും എന്തു ചെയ്യുന്നു? ഉത്തരം: വ്യഭിചാരം. 19-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 6: സ്ത്രീയെ സംബന്ധിച്ചു മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞതാര്? ഉത്തരം: ശിഷ്യന്മാർ. 19-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 7: ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മ ചെയ്യണമെന്ന് യേശുവിനോട് ഒരുവൻ ചോദിച്ചതിന് യേശു പറഞ്ഞ ഉത്തരം എന്ത്? ഉത്തരം: എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നതെന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ജീവനിൽ കടപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ കൽപ്പനകളെ പ്രമാണിക്കാം. 19-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 8: നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന് യേശുവിനോട് ചോദിച്ചവനോട് ഏതെല്ലാം കൽപ്പനകൾ പ്രമാണിക്കുക എന്നാണ് യേശു കൽപ്പിച്ചത്? ഉത്തരം: കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്ക എന്നീ കൽപ്പനകൾ. 19-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 9: ഈ കൽപ്പനകളെല്ലാം ഞാൻ പ്രമാണിച്ചു പോരുന്നു, ഇനി കുറവുള്ളത് എന്ത് എന്ന് ചോദിച്ചതിന് യേശു അവനോട് പറഞ്ഞ ഉത്തരം എന്ത്? ഉത്തരം: സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. 19-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ചോദ്യം 10: യേശു പറഞ്ഞ ഈ വചനം കേട്ട യൗവനക്കാരൻ ദുഃഖിച്ചു പോയി കളഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം: വളരെ സമ്പത്തുള്ളവനാകിയാൽ. 19-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 11: ഒട്ടകം സൂചിക്കുഴിയുടെ കടക്കുന്നത് എന്തിനേക്കാൾ എളുപ്പം ആകുന്നുവെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ. 19-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 12: എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞ് ശിഷ്യന്മാർ വിസ്മയിച്ചത് എപ്പോൾ? ഉത്തരം: ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയൂടെ കടക്കുന്നത് എളുപ്പമെന്ന് യേശു പറഞ്ഞപ്പോൾ. 19-ാം അധ്യായം 24-25 വാക്യങ്ങൾ. ചോദ്യം 13: അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് യേശു പറഞ്ഞത് എന്തിനെ കുറിച്ച്? ഉത്തരം: രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച്. 19-ാം അധ്യായം 26-ാം വാക്യം. ചോദ്യം 14: ഞങ്ങൾ സകലവും വിട്ടു നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് യേശുവിനോട് ചോദിച്ചതാര്? ഉത്തരം: പത്രോസ്. 19-ാം അധ്യായം 27-ാം വാക്യം. ചോദ്യം 15: തങ്ങൾ എപ്പോൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കുമെന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ. 19-ാം അധ്യായം 28-ാം വാക്യം. ചോദ്യം 16: യേശുവിന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എന്ത് ലഭിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: വിട്ടുകളഞ്ഞതെല്ലാം 100 മടങ്ങ് ലഭിക്കും, നിത്യജീവനെയും അവകാശമാക്കും.
19 അധ്യായം 29 വാക്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ദയവായി മറ്റുള്ളവരിലും എത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.